ഗ്ലാസ് ഏരിയാസിൽ ചൂടടിക്കുമ്പോഴത്തേക്കുള്ള വീടിനുള്ളിൽ വരുന്ന ചൂടിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മൾ ആ ചൂട് ഇല്ലാതാക്കാനായിട്ട്, അതായത് ഗ്ലാസ് കോട്ടിംഗ് പെയിന്റ് ആണ്, ഗ്ലാസ്സിൽ അടിക്കുന്ന ഒരു ക്ലിയർ പെയിന്റ്. %17 അവിടെ, അത് 99 വന്നിരിക്കുന്നു. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീടൊരുക്കത്തിൻ്റെ എപ്പിസോഡുകളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ്. കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. അറ്റ് പ്രസൻറ്റ് കോട്ടയത്തെ താപനില എന്ന് പറയുന്നത് 41 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മഴവെള്ള സംഭരണി, ജല ദൗർലഭ്യത്തെക്കുറിച്ചും അതുപോലെ അതിനുശേഷം നമ്മുടെ റൂഫിംഗ് ഷീറ്റിൻ്റെ ഒരു ഫീഡ്ബാക്ക് വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്ന ഒരു ഏരിയയാണ് ഗ്ലാസ് ഏരിയാസിൽ ചൂടടിക്കുമ്പോഴത്തേക്കുള്ള വീടിനുള്ളിൽ വരുന്ന ചൂടിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മുടെ വീട്ടിൽ 800 സ്ക്വയർ ഫീറ്റ് ഗ്ലാസ് ഏരിയാസ് ഉണ്ട്. അതിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഗ്ലാസ് ഏരിയാസ് അധികമുണ്ട്. അങ്ങനെയുള്ളിടത്ത് നമ്മൾ ആ ചൂട് ഇല്ലാതാക്കാനായിട്ട്, അല്ലെങ്കിൽ ചൂട് കുറയ്ക്കാനായിട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വിദ്യയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ലീപ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഹീറ്റ് ക്യൂർ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഗ്ലാസ് കോട്ടിംഗ് പെയിൻ്റ് ആണ്, ഗ്ലാസ്സിൽ അടിക്കുന്ന ഒരു ക്ലിയർ പെയിൻറ്റ്. അതിൻ്റെ എങ്ങനെ ചെയ്യുന്നു, അത് ഏത് രീതിയിൽ ചെയ്യണം, അവരെവിടെയൊക്കെ ചെയ്യും, എത്ര രൂപയാകും, അത് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര റിസൾട്ട് കിട്ടും. ഇവിടെ ഞാൻ ചെയ്തതിന് ശേഷം ഒരു 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫീഡ്ബാക്ക് ഉൾപ്പെടെയായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇത് വരുന്നത്. അത്രയും എഫക്റ്റീവായിട്ട്, അത്രയും റിസൾട്ട് തന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, അത്രയും റിസൾട്ട് തന്നിട്ടുള്ള ഒരു ഒരു പെർഫോമൻസ് ആയിരുന്നു ഈ പ്രോഡക്റ്റ് നമുക്ക് തന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാനായിട്ട് എൻ്റെ കൂടെയുള്ളത് അംജദ് ബ്രോ. നമസ്കാരം. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വീട് പണിത് പൂർത്തിയാവുന്നതിന് മുന്നെയാണ് അംജദ് ഇവിടെ എത്തുന്നത്. ഞാൻ എന്നാലും പറഞ്ഞിരുന്നു, എനിക്കിവിടെ എനിക്ക് കണക്ട് ചെയ്ത് തരുന്നത് ഈ ഫുള്ളായിട്ട് നമ്മുടെ ഗ്ലാസ് അലൂമിനിയത്തിൻ്റെ വർക്ക് ഫുള്ള് ചെയ്തത് നമ്മുടെ ആകാശമായിരുന്നു. നമ്മുടെ SCD ഗ്ലാസ് പുള്ളിയായിരുന്നു എനിക്ക് ആളെ കണക്ട് ചെയ്യുന്നത്. അന്ന് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നമ്മളെ അഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു സംഗതി പറഞ്ഞതാണ് ഗ്ലാസ്. മെയിനായിട്ട് അതിൽ കൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ. നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് ഫസ്റ്റ് പറഞ്ഞാൽ. നമ്മളെ കമ്പനി വരുന്ന ലീപ് എന്റർപ്രൈസസ് എന്നാണ്. രാമനാട്ടുകര, കോഴിക്കോട് ബേസ് ചെയ്തിട്ട്. കോഴിക്കോടാണ് നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ 5 വർഷം ആവുന്നു. അതിൽ മെയിനായിട്ട് ഇപ്പം കേരളത്തിൽ തന്നെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യുണീക്ക് ആയിട്ടുള്ള ഒരു സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്ലാസ് കോട്ടിങ്സ് ആണ്. ഗ്ലാസ് ഇങ്ങനെ കോട്ടിങ്ങുകളാണ് വരുന്നത്, നാനോ കോട്ടിങ്സ്. അതുപോലെ ഗ്ലാസ്സിൽ ഈ ഹീറ്റ് ക്യൂർ ഗ്ലാസ് കോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോട്ടിങ്, പിന്നെ റൂഫിന്റെ കോട്ടിങ് അങ്ങനെ വരുന്നത്. പിന്നെ ഗ്ലാസ് റീസ്റ്റോറേഷനും ഉണ്ട്. ഓരോ ഇതിനനുസരിച്ച് ഇങ്ങനെയായിട്ടുള്ള ഒരു യൂണീക്ക് ആയിട്ടുള്ള സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ടെറസിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും. അതും ഇവരുടെ കോട്ടിങ്ങിന്, അതും ചൂട് കുറയ്ക്കാനായിട്ടുള്ള ഒരു സംഗതിയാണ്. മെയിൻ ആയിട്ട് റൂഫിംഗ് ഷീറ്റിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു. ഷീറ്റിലും ടെറസിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ ഓപ്പൺ ടെറസ് ഫ്ലാറ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിന്റെ വീഡിയോ പുറകെ വരുന്നുണ്ടാവും. ചൂട് ഭയങ്കരമായിട്ട് കുറയും. ഇതിൽ നമുക്ക് തുടങ്ങാം. ഇതിന്റെ റിസൾട്ട് അവസാനം കാണിച്ചു തരുന്നതായിരിക്കും. അതെങ്ങനെ റിസൾട്ട് വ്യത്യാസം വരുന്നു എന്നൊക്കെയുള്ള വ്യക്തമായിട്ട് കാണിച്ചു തരാം. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഹീറ്റ് അല്ലെങ്കിൽ ലൈറ്റ്, സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുന്ന സ്ഥലത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്കിതിൽ ആപ്ലിക്കേഷനിൽ തുടങ്ങാം. ഒരു ഗ്ലാസ്സിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? ഗ്ലാസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് കറക്റ്റ് ക്ലീൻ ചെയ്ത്, ഇതിൽ സർഫസ് പ്രിപ്പറേഷനാണ് നല്ലൊരു പെർസെൻറ്റേജ്, ഒരു 70% ഇതിൻ്റെ ഒരു സമയം എടുക്കുന്നത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതും ക്ലീനിങ് ആണ്. ക്ലീനിങ് ചെയ്ത് അതിൽ മാസ്കിങ് വന്നതിന് ശേഷം അതിന്റെ മേലെ ഒരു പ്രൈമർ കോട്ടിങ് വരുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ആപ്ലിക്കേഷൻ വരിക. അത് പെയിന്റ് പോലെ തന്നെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. നാനോ മെറ്റീരിയൽ അടങ്ങിയിട്ടുള്ള ആക്ടിവേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഹീറ്റ് ക്യൂർ എന്ന് പറഞ്ഞിട്ട് പ്യൂർലി ജപ്പാനീസ് ആണ്. അതിൽ ഹാർഡനർ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ ഗ്ലാസ് അറ്റ് എ ടൈം മിക്സ് ചെയ്ത് റോളറിലെ ആപ്ലിക്കേഷൻ ആണ്. പെയിന്റ് പോലെ അപ്ലൈ ചെയ്യുന്നതാണ്. മാനുവൽ മിക്സിംഗ് ആണ്, മാനുവൽ ആപ്ലിക്കേഷൻ രീതി. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം സർഫസ് പ്രിപ്പറേഷൻ. ഞാനിത് നേരിട്ട് കണ്ടതുകൊണ്ടാണ് കൃത്യമായിട്ട് സർഫസ് പ്രിപ്പറേഷൻ ആണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്ര ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട്. കാര്യം ഈ ഗ്ലാസിന്റെ കാര്യം വരുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നതിന് പുറത്തുനിന്ന് ആളെ വിളിക്കുമോ, നമ്മൾ തന്നെ ചെയ്യണമെന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം പറയാം, അത് പുറത്തുനിന്ന് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ഒരു ടീമിനെ വിളിച്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ സാധാരണ എങ്ങനെ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നത്, നമ്മൾ കാർ കഴുകുന്നത് എങ്ങനെയാണ്, അതേപോലെ തന്നെ നമ്മൾ ഗ്ലാസ് ക്ലീൻ, ശരിയല്ലേ? കാറിന്റെ ഗ്ലാസ്സുകൾ നമ്മൾ എങ്ങനെ ഒരു തുണി ഇട്ടിട്ടായിരിക്കും ചെയ്യാം. പക്ഷെ ഒരു പ്രത്യേക ബ്ലേഡ് വെച്ചിട്ടാണ് ഈ സാധനം ക്ലിയർ ചെയ്തെടുക്കുന്നത്. ഞാൻ ചോദിച്ചപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ സർഫസിൽ പോലും ചെറിയ അൻഡുലേഷൻസ്
വരുന്നത് നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണെന്നുള്ളത്. അത്രയും ഭംഗി എന്നല്ല, അത്ര ആക്യുറേറ്റ് ആയിട്ട് അത് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ആണ് നമ്മുടെ പ്രൈമർ വരുന്നത് അല്ലേ? അതെ, നമ്മൾ ഈ ബ്ലേഡ് വരുന്ന ഗ്ലാസിന് തന്നെ സ്പെസിഫിക് ആയിട്ട് വരുന്ന ജർമ്മൻ ബ്രാൻഡിന്റെ തന്നെ ബ്ലേഡ് ആണ്. ഹൈലി കോസ്റ്റ്ലി ആണ്. സ്ക്രാച്ച് വരാൻ തീരെ സാധ്യത ഇല്ലാത്ത ബ്ലേഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഈ പറഞ്ഞതുകൊണ്ട് ബ്ലേഡ് എന്ന് പറയുമ്പോൾ ഇതിലൊന്നും സ്ക്രാച്ച് വീഴത്തില്ല. ഗ്ലാസ്സിൽ യൂസ് ചെയ്യുന്ന സ്ക്രാപ്പർ ആണ് ആക്ച്വലി. അത് അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ യൂസേജ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രിപ്പറേഷൻ നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ടീം തന്നെ ചെയ്യുന്നത്. ഇവരുടെ തന്നെ കൊടുക്കും, നമ്മുടെ തന്നെ ടീം തന്നെ ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ നമ്മുടെ 4 ഗ്ലാസ് ചെയ്യാനായിട്ട് ഒരു ദിവസം എടുത്തു. കാര്യം അത്രയും ടൈം ഇതിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ ഏരിയയിലൊക്കെ മാസ്ക് ചെയ്തിട്ട് അതിന് ശേഷമാണ് ഇതിൽ എനിക്ക് തോന്നുന്നു ഇതിന് നിങ്ങളത് റോളർ ഉപയോഗിച്ച് പെയിന്റ് ചെയ്യുന്ന ക്ലിയർ ചെയ്യുന്ന സമയത്തിന് പോലും ഒരു മിക്സ് ചെയ്ത് മുതൽ നമ്മൾ കോട്ടിംഗ് ഫിനിഷ് ചെയ്യുന്ന ഒരു ചെറിയ ടൈം ഇതുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ടെമ്പറേച്ചർ, ടൈം, ഹ്യൂമിഡിറ്റി എല്ലാം അനലൈസ് ചെയ്തിട്ടാണ് ഒരു ടൈം ഫിക്സ് ചെയ്യുക. മീൻസ് അതിനുള്ളിൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകണം. നമുക്ക് കൂടുതൽ ഹണ്ണർ മിക്സ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സമയമൊന്നും വെച്ചിരിക്കാൻ പറ്റില്ല. സെറ്റിംഗ് ടൈം ലിമിറ്റഡ് ആയിരിക്കും. ഓരോ ഏരിയക്ക് അനുസരിച്ച്, ടൈമിനനുസരിച്ച്, ഹ്യൂമിഡിറ്റിക്ക് അനുസരിച്ച് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അത് അനലൈസ് ചെയ്തിട്ട് ഓരോ സൈറ്റ് ടു സൈറ്റ് സെപ്പറേറ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവും വരുന്നത്. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെയിന്റ് അല്ലെങ്കിൽ ഈ ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര എളുപ്പവും ഈസിയും പെട്ടെന്ന് നടക്കുന്നതാണ്. ബാക്കിയുള്ളതിന്റെ പ്രിപ്പറേഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ടൈം എടുക്കുന്നത്. ആൾക്കാർക്ക് സംശയം തോന്നാം, കൂൾ ഫിലിംസ് അതുപോലെ ഈ പെയിന്റ് രണ്ടും തമ്മിൽ അജഗജാന്തരമാണ്. എനിക്കറിയാം, റേറ്റിൽ വ്യത്യാസം വരും, റിസൾട്ടിൽ വ്യത്യാസം വരും, അതുപോലെ തന്നെ പല വിസിബിലിറ്റി വരെ. അങ്ങനെ വരുമ്പോഴത്തേക്കും കൂൾ ഫിലിമായിട്ട് ഇത് എവിടെയാണ് ഡിഫറെന്റ് ആവുക, അല്ലെ കമ്പയർ ചെയ്യാൻ പറ്റും? നമ്മൾ കൂളിംഗ് ഫിലിം എന്ന് പറയുമ്പോൾ എല്ലാ ഫിലിമിനും നമ്മൾ ഒറ്റ ബാൻഡിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ഇതിന്റെ വാല്യൂസ് ആണ്. നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന റിസൾട്ട്. അപ്പം നമ്മളിവിടെ കൊടുക്കുന്ന 75 to 85% ഇൻഫ്രാറെഡ് റിജക്ഷൻ വാല്യൂ ഉള്ള ഫിലിംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് തന്നെ നമ്മൾ കമ്പയർ ചെയ്യണം കോട്ടിങ്. നോർമൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കോട്ടിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി അവർ വിസിബിൾ ലൈറ്റ് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അതിലൂടെ ഇൻഫ്രാറെഡും കടന്നു വരുന്നുണ്ട്, ഈ അൾട്രാവയലറ്റും കടന്നു വരുന്നുണ്ട്. അത് നമുക്ക് റീഡിംഗ് എടുത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇത് കഴിഞ്ഞ് നമുക്ക് ഉടനെ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുന്ന എപ്പോഴും ടോപ്പ് ലെവലിലുള്ള ഇപ്പം പല ബ്രാൻഡിന്റെയും പ്രീമിയം ബ്രാൻഡ്സിന്റെ ഇത് കിട്ടുന്നുണ്ട്. ആ ഒരു വാല്യൂസ് ഉള്ള 75 to 85% അല്ലെങ്കിൽ അതിന്റെ അബോവ് റീഡിംഗ് ഉള്ള ഗ്ലാസിന്റെ കൂളിംഗ് ഫിലിമിന്റെ ഇതുമായിട്ടാണ് നമ്മളെ കോട്ടിംഗ് കമ്പയർ ചെയ്യുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വാറണ്ടി ബേസിസിലാണെന്നുണ്ടെങ്കിൽ നമ്മളത് 10 years ഡയറക്റ്റ് വാറണ്ടിയാണ്. 10 വർഷം ഇന്റീരിയറിൽ കോട്ടിംഗ് നമ്മളത് ഇന്റീരിയറാണ് കൊടുക്കുക, അകത്താണ് ചെയ്യുക. ഏരിയ വൈസിൽ നമുക്ക് കട്ടിംഗ് വേസ്റ്റ് വരുന്നില്ല, എക്സാക്ട് സ്ക്വയർ ഫീറ്റ് വരിക. അത് ആഡപ്പ് ആവില്ല. കൊട്ടേഷൻ പ്രൈസിംഗിൽ അത് നമുക്ക് ആഡപ്പ് ആവില്ല. പ്രൈസ് എത്ര വരുന്നുണ്ട്? പ്രൈസ് ഏകദേശം 210 രൂപ സ്ക്വയർ ഫീറ്റ് ആണ്. അതെ, സ്ക്വയർ ഫീറ്റിന് പ്രൊഡക്റ്റ് അപ്ലിക്കേഷന് 10 വർഷം വാറണ്ടി അടക്കം 210 രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വരുന്നത്. അതെ, അതായത് ഇതിനകത്ത് സംഭവത്രേ ഉള്ളൂ. നിങ്ങളൊരു ഗ്ലാസ് ഏരിയ, ഇവിടെ ഞാൻ 800 സ്ക്വയർ ഫീറ്റ് ഗ്ലാസ് ഏരിയ ഉണ്ട്. ഈ ഗ്ലാസ് ഏരിയയിൽ എല്ലായിടത്തും ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യമില്ല. കാര്യം സിംഗിൾ വിൻഡോസിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ലൈറ്റ് വീഴാത്തടത്ത്, സൺലൈറ്റ് ഡയറക്റ്റ് വീഴാത്തടത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. സൺലൈറ്റ് ഡയറക്റ്റ് വീഴുന്നിടത്ത് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ആകെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് നമുക്ക് ചിലപ്പോൾ ഒരു 100 അല്ലെങ്കിൽ 130 ഒക്കെ വരത്തുള്ളൂ. അത് ഇൻറ്റു 210 എന്നുള്ള കോൺസെപ്റ്റ് കണക്കൊക്കെ അത് കുറച്ച് ബുദ്ധിപൂർവ്വം ചെയ്യുക. അത് ഇവർ നിങ്ങളെ സഹായിക്കും. നമ്മളത് എവിടെയൊക്കെ വേണം എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അതൊരു കസ്റ്റമറെ അവരുടെ എവിടെ ലൈറ്റ് വീഴുന്നു എന്നുള്ള അവർക്ക് മാത്രമേ അറിയൂ. അങ്ങനെ വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ കൂളിംഗ് ഫിലിം ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാന സംഗതി എന്താണെന്ന് വെച്ചാൽ അതൊരു കളേർഡ് ഫിലിം ആയിരിക്കും. ആ കളേർഡ് ഫിലിം നമുക്ക് ചിലപ്പോൾ ആ കളർ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നൊന്നും വരത്തില്ല. ഇവിടെ അങ്ങനെ ഒരു കളർ ടിഞ്ച് ഉണ്ടാകുന്നല്ലാതെ ഇപ്പൊ എനിക്ക് തോന്നുന്ന ക്യാമറയിൽ കൂടെ ഒരിക്കലും കാണാൻ സാധിക്കത്തില്ല. ഡയറക്റ്റ് ഒരാൾ വന്നു നോക്കി കഴിഞ്ഞാൽ ഒരു ഗ്രീനിഷ് ടിഞ്ച് ചിലപ്പോൾ കാണാൻ സാധിക്കും. അത് പറഞ്ഞാൽ മാത്രം കാണാൻ സാധിക്കും. ചെയ്തും ചെയ്യാത്തതായിട്ടുള്ള ഗ്ലാസ് രണ്ടും അടുത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നോട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ പുറത്തുനിന്ന് ഡയറക്റ്റ് വന്നിട്ട് എന്ത് ഒരു കണ്ടീഷൻ മനസ്സിലാവത്തില്ല. പിന്നെ മാത്രമല്ല നമുക്ക് ഇതിന്റെ റീഡിംഗ് എടുക്കുമ്പോൾ വിസിബിലിറ്റി രണ്ടിന്റെ ഇവിടെ കമ്പയർ ചെയ്ത് എടുക്കാനും പറ്റില്ല. അപ്പൊ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇനി അടുത്ത റീഡിങ്ങിലോട്ട് പോയാലോ? എനിക്ക് തോന്നുന്നു അത് കാണുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആൾക്കാർക്ക് പെട്ടെന്ന് അത് റിലേറ്റ് ചെയ്യപ്പെടും. ഇതെങ്ങനെയാണ് ഞാൻ റീഡിങ് ചെയ്ത് തരുന്നതെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ മുകളിലത്തെ ബെഡ്റൂമിന്റെ ബാൽക്കണിയാണ്. മുകളിലത്തെ ലിവിംഗ് റൂമിന്റെ ബാൽക്കണി ഉണ്ട്. അവിടെ ഇത് ചെയ്തിട്ടില്ല. കാര്യം അവിടെ നമുക്ക് ഈ പറഞ്ഞ ലൈറ്റ് അടിക്കുന്നതേയില്ല. അപ്പോൾ അവിടുത്തെ റീഡിങ് ഫസ്റ്റ് എടുക്കും, ദെൻ ഇവിടുത്തെ റീഡിങ് എടുക്കും. അപ്പോൾ നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള എന്തൊക്കെയാണ് റീഡിങ്ങിൽ വരുന്നത്,
അതിലും എല്ലാം നമുക്ക് അന്നേരം കമ്പയർ ചെയ്ത് പറയാൻ സാധിക്കും. ട്രാൻസ്മിഷൻ മീറ്റർ, അതെ അതെ, അങ്ങനെയാണ് ഇതിന്റെ പേര്. ഇതാണ് കേട്ടോ ഐറ്റം. ഇവിടെയാണ് നമ്മൾ ഡിസ്പ്ലേസ് കാണുക. ആദ്യം ഇതെന്തോ ആദ്യം എഴുതിയിരിക്കണേ, VLT വിസിബിൾ ലൈറ്റ് ട്രാൻസ്മിഷൻ. അതുപോലെ ലൈറ്റ് കടത്തിവിടുന്നതിന്റെ അളവാണ്. ഓക്കെ. അതുപോലെ അടുത്തുള്ള ഇൻഫ്രാറെഡ് റിജക്ഷൻ ആണ്. ശരി. അടുത്ത പെർസെന്റേജ്. അതുപോലെ UV റിജക്ഷനും. അങ്ങനെ ലൈറ്റിന്റെ 3 കോമ്പൗണ്ടിന്റെയും തോതെടുക്കാന്നുള്ളതാണ് ഇതിന്റെ ഗുണം. യെസ്. ഈ ഗ്ലാസ്സിൽ നമ്മളിത് ചെയ്തിട്ടില്ല. കാരണം ഇങ്ങോട്ട് ഇതുവരെ ലൈറ്റ് അടിച്ചിട്ടില്ല. അതായത് 1 വർഷമായി നമ്മൾ വീട് വെച്ചിട്ട്. ആ 1 വർഷത്തിനിടയ്ക്ക് ഡയറക്റ്റ് സണ്ണിൻ്റെ ആ ഒരു ഡയറക്ഷനൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. ഇതിലോട്ട് ഇതുവരെ ഡയറക്റ്റ് ലൈറ്റ് അടിക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ ഇതിലടിച്ചിട്ടില്ല. അഞ്ജിത് ഭായ് ഇതിൽ സ്റ്റാർട്ട് ചെയ്താട്ടെ. അപ്പോൾ ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് ശരിക്കും നമുക്ക് എത്രയാണ് അതിൻ്റെ റീഡിങ് എന്നുള്ളതാണ്. അതായത് നമ്മൾ പെയിൻറ് ചെയ്യാത്ത, ഈ ക്ലിയർ കോട്ട് അടിക്കാത്ത അതിൻ്റെ റീഡിംഗ് ആണ് പറയുന്നത്. അതിൽ ലൈറ്റ് 88% ആണോ? അതെ, ലൈറ്റ് 88%, ഇൻഫ്രാറെഡ് റിജക്ഷൻ വരുന്നത് 22% ഇതിൽ കാണിക്കുന്നത്. അതുപോലെ UV റിജക്ഷൻ വരുന്നത് 17% ആണ്. ചുരുക്കം പറഞ്ഞാൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം, ലൈറ്റ് 88% ഇതിൽ നമുക്ക് കടത്തിവിടുന്നുണ്ട്, വിസിബിൾ ആണ്. ശരി. IR റിജക്ട് ചെയ്യുന്നത് 22% മാത്രമേ ഉള്ളൂ. റിജക്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി കടന്നു പോകുന്നുണ്ട്. അതായത് ഏതാണ്ട് 78, 100 എടുത്തു കഴിഞ്ഞാൽ ഇതിൽ പെർസെന്റേജ് കണക്ക് പറയുകയാണെങ്കിൽ 78% ഉള്ളിലാണ്. അടുത്തത് UV ആണ്. അത് 70 റിജക്ട് ചെയ്യുന്നുള്ളൂ. ബാലൻസ് ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫേർണിച്ചർ കാര്യങ്ങൾ എല്ലാത്തിനെയും ഒരു പ്രൊട്ടക്ഷൻ, ഫെയ്ഡിങ് അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. വെയിലടിക്കുന്ന ഏരിയയിൽ ഇങ്ങനത്തെ വിഷയങ്ങളും നമുക്ക് കൺട്രോൾ ആവുന്നുണ്ട്. കട്ട് ചെയ്യും. ഇത് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. ഒന്ന് മനസ്സിൽ വെച്ചോളൂ, ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ കിട്ടിയിരിക്കുന്ന ഫിഗേഴ്സ്. അപ്പറേ നമ്മളിത് കോട്ടിങ് ചെയ്തിട്ടുള്ള ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോൾ ഈ ഫിഗറിൽ എന്തുമാത്രം വ്യത്യാസം വരും, എങ്ങനെ വ്യത്യാസം വരും എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം നിന്ന ആ ഗ്ലാസിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അഞ്ജിത് ഭായ് നമുക്ക് ഇവിടുത്തെ ഫിഗറിൽ എന്തുമാത്രം വ്യത്യാസം വരുന്നുണ്ടോ നോക്കാം. വെച്ചാട്ടെ. കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തോട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാവേ. അവിടെ നമുക്ക് വിസിബിലിറ്റി എന്ന് പറയുന്നത് 88 ആയിരുന്നു. അതെ, ഇവിടെ 79 ആയിട്ടുണ്ട്. നോർമലി വിസിബിലിറ്റി 79. ചെറിയൊരു വേരിയേഷൻ എവിടെയായിരുന്നു നിൽക്കുന്നത്? ഹോൾഡ്. ഓക്കെ, ചെറിയൊരു വേരിയേഷൻ അതിൽ കണ്ടു, നമ്മളത് പറഞ്ഞിരുന്നു. അതേസമയം IR നമ്മൾ അവിടെ ഉണ്ടായിരുന്നത് എത്ര ആയിരുന്നു? 22 ആയിരുന്നു. 22 നിന്ന് 77 വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ 75 to 85 ആണ് വരിക. അതിൽ ഇത്രയും വ്യത്യാസം. പക്ഷെ ഇവിടെ നമ്മൾ UV ആണ് ഞെട്ടിച്ചു കേട്ടോ. UV വന്നിരിക്കുന്നത് 17% ആയിരുന്നു അവിടെ. അത് 99 വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഇതിന്റെ വ്യത്യാസം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ പറയാം. ഞങ്ങൾ കഴിക്കുന്ന ഏരിയ, അതായത് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ ലൈറ്റ് അകത്തോട്ട് വീഴുന്നുണ്ടായിരുന്നു, വെയിൽ വീഴുന്നുണ്ടായിരുന്നു. ആ വെയിൽ വീഴുമെന്ന് എനിക്കറിയാം, വീഴണം എന്നുള്ള കോൺസെപ്റ്റ് തന്നെയായിരുന്നു. പക്ഷേ ഇത് ചൂടുള്ളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പൊ അതിന്റെ താഴെ നമ്മൾ പോയി നിന്നു എന്ന് പറഞ്ഞാലും ദേഹത്തോട്ട് വെയിൽ വീണ് കഴിയുമ്പോഴത്തേക്കും ആ വെയിലിന്റെ ലൈറ്റ് ഉണ്ട്, പക്ഷെ വെയിലിന്റെ ചൂട്. അതാണ് ഇതിന്റെ അതായത് മുന്നേ അനുഭവിച്ചെടുക്കാൻ മാറ്റം മനസ്സിലാവും, നല്ല രീതിയിൽ മനസ്സിലാവും. ഇനി ഞാൻ എടുത്തൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഇവിടെ AC ഇല്ല. ഇത് AC വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഡബിൾ ഇമ്പാക്ട് ആയിരിക്കും എന്ന് വിചാരിക്കും. ഡബിൾ ഇമ്പാക്ട് ഉണ്ടാവും. ഒന്നാമത് ചൂട് ഉള്ളിലേക്ക് കടക്കുന്നത് കൺട്രോൾഡ് ആണ്, അതുപോലെ തണുപ്പ് ഉള്ളിൽ പിടിച്ചു നിർത്തുവാണ്, ഒരു ഇൻസുലേഷൻ പോലെ. അപ്പൊ പിടിച്ചു നിർത്തി തണുപ്പിലേക്കാണ് ഒന്നുകിൽ വെയിൽ വരിക. അപ്പോൾ ഡബിൾ എഫക്റ്റ് ആണ്. AC-യുടെ കാര്യം പറയുമ്പോൾ ഞാനൊരു കാര്യം എടുത്തു പറയാം. ഞാനിവിടെ അഞ്ചത് വന്ന സമയത്ത് തന്നെ പറഞ്ഞത് എൻ്റെ വണ്ടിയിൽ ഒന്ന് അടിച്ചു തരാമെന്ന്. ശരിക്കും പറഞ്ഞാൽ അന്നേരം ഇത് പറയാം, വണ്ടിയിൽ നമ്മൾ എനിക്ക് തോന്നുന്നു അതിനൊരു സ്പെസിഫിക് റോളേഴ്സ് ഒന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റില്ല എന്നല്ല. അതിന് കമ്പനി ഇപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുന്നത് സിവിൽ സൈഡ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡാറ്റ്സൺ റെഡിഗോയുടെ വണ്ടി, അതൊരു ചെറിയ വണ്ടിയാണ്. അത് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത്, ഞാൻ യാത്രയൊക്കെ പോകുന്ന ഷൂട്ടിങ്ങിനൊക്കെ പോകുന്നതിനകത്ത് ഉച്ചയായി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പുഴുക്കലാണ് അതിനകത്ത്, ഭയങ്കരമായിട്ട് പുഴുങ്ങും. അത് തകിടേന്ന് ചൂടായി വരുന്നതല്ല, ഗ്ലാസ്സിൽ നിന്നാണ് ചൂടായി വരുന്നത്. ഫ്രണ്ട് ഗ്ലാസ് അതുപോലെ ബാക്കിയുള്ള ഓരോ വിൻഡോസും കൂടാതെ ബാക്ക് ഗ്ലാസ്, ഫ്രണ്ട് ഗ്ലാസിന്റെ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു രീതിയിലും ബാക്കിയുള്ള ക്ലാസ്സുകൾക്കില്ല. അതിന് നമ്മൾ റീഡിങ് എടുത്ത സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ ആളെടുത്ത് പറഞ്ഞു നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ചെയ്തു. ഭയങ്കര റിസൾട്ടാണ്. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ എനിക്ക് റിസൾട്ട് കിട്ടുന്നതിന് ഭയങ്കര ഇമ്പാക്ട് എനിക്ക് കിട്ടുന്നത് ശരിക്കും കാറിനകത്താണ്. ഡബിൾ കാരണമാണ്. കാരണം അവിടെ ഗ്ലാസ് ഏരിയ കൂടുതലാണ് അതിനെ സംബന്ധിച്ച്. അതുപോലെ AC-ന്റെ ഒരു ഇമ്പാക്ട്, AC പെട്ടെന്ന് ഉള്ളിൽ തണുപ്പ് ക്രിയേറ്റ് ആവും. ഈ തണുപ്പ് ലോസ് ആവില്ല, ഉള്ളിലേക്ക് കിടക്കുന്ന ചൂടും കൺട്രോൾഡ് ആകുമ്പോൾ
ഡബിൾ എഫക്റ്റ് ആണ് ഉണ്ടാവുക. ഭയങ്കര എഫക്റ്റ് അതാണ് ആ ഇമ്പാക്ട് അത്ര തന്നെ ഫീൽ ചെയ്യാൻ കാരണം. അത് മാത്രമല്ല നമ്മൾ സൺസെറ്റ് അല്ലെ ഈവനിങ് ടൈമോ മോർണിംഗോ ഏതെങ്കിലും ഒരു ദിശയിൽ നിന്നാണ് വെയിലടിക്കുന്നുണ്ടാവും. അത് നമ്മൾ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു എന്താ എക്സ്പോഷർ, കൈ കവിളിന്റെ ഒരു സൈഡിലേക്കൊക്കെ അതിനൊക്കെ നല്ലൊരു മാറ്റം UV എക്സ്പോഷറിന് തടയുന്നതുകൊണ്ട് നമുക്കത് കൊടുക്കാൻ പറ്റും, തരാൻ സാധിക്കുന്നത്. അത് എനിക്ക് ഓടിക്കുമ്പോൾ അറിയാം. കാരണം നമ്മുടെ സൈഡ് വിൻഡോയിൽ നിന്ന് ഗ്ലാസ്സിൽ നിന്ന് വെയിൽ കയ്യിലോട്ട് അടിക്കുമ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ചൂടുണ്ട്, അതിപ്പോ ഇല്ല. ഇപ്പം ഫ്രണ്ട് ഗ്ലാസ്സിൽ നിന്നുള്ള ആ ചൂടുണ്ടല്ലോ, അത് നമ്മുടെ കാലിലേക്ക്, പക്ഷേ നമ്മൾ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്, അതിലോട്ട് അടിക്കുമ്പോഴുള്ള ചൂട് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ ഇപ്പോൾ ആ ചൂടിന് നല്ല ശമനം വന്നിരിക്കുന്നു. കാര്യം AC അതുപോലെ വർക്കിംഗ് ആയിരിക്കും. അതുപോലെ ലോസേജ് വളരെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഫ്രണ്ട് ഗ്ലാസ്സിൽ അടിക്കാൻ ഇത് ചെയ്യുന്നില്ല അല്ലേ? സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം വിസിബിലിറ്റിയുടെ ഒരു സംഗതി. ഇതിപ്പോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്ലാസ് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ ഇങ്ങനെ ഈ കോട്ടിങ്ങിൽ? ഈ കോട്ടിങ് 10 വർഷം വാറണ്ടി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രീമിയം പ്രൊഡക്റ്റുമാണ്, പ്രീമിയം ഇതാണ്, അതൊരു കെയർ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതായത് സ്ക്രാച്ച് വീഴാത്ത രീതിയിൽ മൈക്രോഫൈബർ ക്ലോത്ത് യൂസ് ചെയ്ത് ഗ്ലാസ് ക്ലീനറും വെച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോർമൽ ക്ലീനിങ്ങിൽ നമുക്ക് ഈ വാറണ്ടി പീരീഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതെ, 15+ ഇയേഴ്സ് ലൈഫ് പറയുന്നതാണ്. 10 ഇയേഴ്സ് നോർമൽ ഫിലിമിൽ വരുന്ന പീലിങ്, ക്രാക്കിങ്, ബബ്ലിങ് ഇങ്ങനെ കണ്ടിട്ടുള്ള എല്ലാതും നമ്മളെ വാറണ്ടിയിൽ കവേർഡ് ആണ്. ഇതിലൊന്നും പ്രശ്നങ്ങളൊന്നും അബ്രസീവ് ആയിട്ടുള്ളൊന്നും യൂസ് ചെയ്യരുത്. ഈവൻ നമ്മളെ വൈപ്പർ ആയാൽ പോലും ചിലപ്പം വൈപ്പറിലെ ഡസ്റ്റോ അല്ലെങ്കിൽ മണൽ തരികളോ എന്തെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ സ്ക്രാച്ച് വീഴാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. അത് നമുക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് മൈക്രോ ഫൈബറിനോടുള്ള ഉദ്ദേശം. ക്ലോത്തിനോട് ജസ്റ്റ് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ചോദിക്കാനുള്ള സർവീസാണ്. എനിക്കറിയാം നമുക്ക് ഒരു ചെറിയ ഇവന്റ് ഒരു ഗ്ലാസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലപ്പുറത്തു നിന്ന് അല്ലെ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് ചോദിക്കുന്നത്. എത്ര ഏരിയ എന്ന് സ്പെസിഫൈ ചെയ്യണുണ്ടോ? നമ്മളെ സ്ക്വയർ ഫീറ്റ് ഏരിയ മിനിമം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ 100 സ്ക്വയർ ഫീറ്റ് ആണ്. നമ്മളൊരു കൺസ്യൂമേഴ്സ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ ഒരു കട്ടിംഗ് വേസ്റ്റ് എന്നുള്ള ലെവലിൽ ഏരിയ കൂടുന്നതിന് ഗ്ലാസിന്റെ പീസിനനുസരിച്ച് നമുക്കൊരു കട്ടിംഗ് വേസ്റ്റ് ആഡപ്പ് ആവുന്ന വിഷയം ഫിലിമിനെ പോലെ നമുക്ക് വരുന്നില്ല എന്നുള്ളത്. പിന്നെ പലരും ഇപ്പൊ ചോദിച്ചേക്കാം, നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് അവരുടെ കാറും കൂടെ ചെയ്ത് കൊടുക്കുന്നു. അത് ചെയ്യാൻ സാധിക്കും. കാരണം ഇവിടെ ഞാൻ വളരെ നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ട ഒരു സാധനം ചെയ്തിട്ട് പോയതാണ്. എനിക്ക് അതിന്റെ R&Ds ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സ്പെഷ്യലായിട്ടൊരു സാധനം ഇനി വരുന്നുണ്ടാവും അല്ലെ? അത് വരട്ടെ. അല്ല, ഇത് ഈ പറഞ്ഞതുപോലെ ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. സീരിയസ്ലി എനിക്കത് ഭയങ്കര റിസൾട്ടാണ് കിട്ടിയത്. ഞാൻ ഇതിനി ഭയങ്കര പുഴുക്കലാണല്ലോ ഈ ഒരു മേടമാസം എങ്ങനെ വണ്ടിക്കകത്ത് അല്ലെ വലിയ വണ്ടി എടുക്കണം. ഓക്കെ, അതിപ്പോൾ എല്ലായിടത്തും കൊണ്ടുപോകാനായിട്ട് പെട്രോളൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്കത് കൺസ്യൂം ചെയ്യുന്നത് മറ്റത് കുറവാണ്. എനിക്ക് എപ്പോഴും ഞാൻ കംഫർട്ട് അതാണ്, ചെറിയ വണ്ടി ആയതുകൊണ്ട്. സോ അങ്ങനെയുള്ളിടത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ അത് ചെയ്യുന്ന വീടുകളിൽ അതിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് വരട്ടെ. എനിക്ക് തോന്നുന്നു അതിന്റെ പുതിയ ലെവൽ ഓഫ് ആപ്ലിക്കേഷൻ ഒക്കെ മാറി പുതിയ R&D സാധനം വരട്ടെ. എത്രയും പെട്ടെന്ന് നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റും. അതിനായിട്ട് വിളിക്കാം, കേസ് നമുക്ക് കൊടുക്കുകയും ചെയ്യാം അല്ലെ? റിക്വസ്റ്റ് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അല്ലാതെ നമുക്ക് ഇപ്പൊ നിങ്ങളുടെ അടുത്തൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈസി, അതൊക്കെ പെട്ടെന്ന് നടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയാനായിട്ടുള്ള റീസൺ. ഇത് പിന്നെ നമ്മൾ പറഞ്ഞാൽ 100 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള എവിടെയും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ, ചെയ്തു കൊടുക്കാൻ പറ്റും വിത്ത് ആപ്ലിക്കേഷൻ. അതെ, തീർച്ചയായിട്ടും. അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കോണ്ടംപററി ഡിസൈൻ അല്ലെന്നുണ്ടെങ്കിൽ ഷീറ്റ് മുകളിലോട്ട് വീടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും ചൂട്. അങ്ങനെയുള്ളിടത്ത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രൊഡക്റ്റ് ആണ് വരുന്നത് നമ്മുടെ. അതിനൊരു പ്രത്യേക പേരുണ്ടോ? ഹീറ്റ്ക്യൂർ റൂഫ് സൊല്യൂഷൻ. ഗ്ലാസ് സൊല്യൂഷൻ, ഇത് റൂഫ് സൊല്യൂഷൻ. അതിന്റെ വീഡിയോ സെപ്പറേറ്റ് വരുന്നത്. അതിന്റെ വീഡിയോ വരുമ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ എമൗണ്ട്, അതെങ്ങനെ ചെയ്യാം, വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്രമാത്രം റിസൾട്ട് ഉണ്ടോ എന്നുള്ളൊരു സഹിതമുള്ളൊരു വീഡിയോ ആയിരിക്കും പറഞ്ഞു തരാം. അപ്പോൾ അംജദേ, നമ്മൾ പറഞ്ഞതിന് പ്രകാരം നമുക്ക് ഒരു ഗ്ലാസ്സിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്നാണ് ഞാൻ ഇതിനെ വിശ്വസിക്കുന്നത്. കേരളത്തിൽ എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്. പലരും പഴയ പെർഗോളാസ് മുകളിൽ ഇട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കിപ്പോൾ പ്രോബ്ലം ഉള്ള കേസുണ്ട്. അല്ലാതെ ഗ്ലാസ് എന്നുള്ളത് ആഗ്രഹിച്ച് ചുറ്റോടിയിട്ടും ചെയ്ത ആൾക്കാരുണ്ട്. അവർക്കിപ്പോൾ പ്രശ്നമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അവരൊക്കെ പലരും ഡബിൾ ഗ്ലേസ്ഡ് ഗ്ലാസ്സിലോട്ടൊക്കെയാണ് പോയിരിക്കുന്നത്. നന്നാതിൽ അതിന്റെ എമൗണ്ട് എത്ര എന്നുള്ളത് സാധാരണ അത് ചെയ്തവർക്കറിയാം. കാര്യം ഇതിന്റെയൊക്കെ 10 ഇരട്ടിയാ വരിക. അപ്പോൾ പഴയ ഗ്ലാസ് ചെയ്തിട്ടുള്ള വീടുകളും, അതായത് പുതിയ വീടുകൾ മാത്രമല്ല പഴയ വീടുകൾക്കും, ഇനി ഇതല്ലാതെ നോർമലി നമ്മുടെ ടഫൻ ഗ്ലാസ്, ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെ ചെയ്തിട്ടുള്ള സാധാരണയുള്ള ഇപ്പോഴത്തെ വീടുകൾക്കും തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് ഡിഫറൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്.